എന്തായാലും വളരെ ശക്തമായി തന്നെ ബോധവൽക്കരണം നടക്കുന്ന ഒരു സംസ്ഥാനത്താണ്. ഇത്തരത്തിലുള്ള ക്രൈം റേറ്റുകൾ, സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ, സ്ത്രീധന വിരുദ്ധ പ്രചാരണം, സ്ത്രീധന വിരുദ്ധ കലാമേള ഒക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതും വളരെ പീഡനവും അതേപോലെ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കേസുകൾ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് പത്രങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുകൂടി അറിയണ്ടേ? പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്കൊരു ധാരണയുണ്ടാകും. നമ്മളൊക്കെ ഇന്നലെ കണ്ട പല വാർത്തകളും ആയിരിക്കാം. പക്ഷെ ഓരോ പത്രവും അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒട്ടനവധി പത്രങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഈ ഒരു സെഗ്മെന്റിൽ പരിശോധിക്കുന്നത്. ഇന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ് പത്രങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് പ്രദീപ്. ഏതായാലും നേരത്തെ ആര്യ പറഞ്ഞതുപോലെ വാർത്തകൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത മിക്ക വാർത്തകളും അതുതന്നെയാണ് പത്രങ്ങളുടെ തലക്കെട്ടുകളെങ്കിൽ പോലും ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതി ഓരോ പത്രങ്ങൾക്കും വ്യത്യസ്തമായി തന്നെയാണ്. ഓരോ പത്രങ്ങളും ഓരോ രീതിയിലാണ്. അവർക്ക് രാഷ്ട്രീയ വ്യത്യാസമുണ്ടാകാം, നിഷ്പക്ഷമായി വാർത്തകൾ കൈകാര്യം ചെയ്തവരുണ്ടാവാം. നമുക്ക് ആ വാർത്തകൾ ഏത് രീതിയിലാണ് ഓരോ വാർത്തകളും ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് പത്രവിശേഷത്തിലേക്ക്. പത്രം 18-ൽ ആദ്യം മലയാള മനോരമയുടെ വാർത്ത, അതായത് തുർക്കിയിലും സിറിയയിലുമായി ഉണ്ടായ ഭൂകമ്പം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തിരിക്കുന്നത്. പക്ഷേ മരണം 2300 എന്നാണ് ഇന്നലെ രാത്രി വൈകി വന്ന എഡിഷനാണ് എങ്കിൽ പോലും ഇന്ന് ഏറ്റവും പുതിയ വാർത്ത രാവിലെ മരണം 3800 കടന്നു എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇരു രാജ്യങ്ങളും എന്ന് വേണം കരുതാൻ. ഈ 12 മണിക്കൂറിനിടെ ശക്തമായ 2 ചലനങ്ങൾ കൂടി വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസാധാരണമായ സാഹചര്യത്തിലാണ് ഈ 2 രാജ്യങ്ങളും. നമ്മുടെ മുഖ്യധാരാ പത്രങ്ങളുടെ, നമ്മുടെ പ്രധാന പത്രങ്ങളുടെ എല്ലാം തലക്കെട്ട്, ഒന്നാം പേജിലെ പ്രധാന വാർത്ത ഈ ഭൂകമ്പം തന്നെയാണ്. നമുക്ക് അകത്തെ പേജുകളിലേക്ക് പോയാൽ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിയമസഭയിൽ ഉണ്ടായ പ്രതിഷേധം, ഈ നികുതി വർധനവുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്ക് പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബിൻ വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ചിത്രത്തോടുകൂടി തിരുവനന്തപുരത്തെ നിയമസഭയ്ക്ക് മുന്നിലെ വലിയ പ്രതിഷേധം ഇപ്പോൾ മനോരമ ചിത്രം സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉൾപേജിൽ. മറ്റൊരു പ്രധാന വാർത്ത ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ബഫർ സോണിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. വലിയ പരിശോധന, നേരത്തെ ഉപഗ്രഹ സർവേ ആയിരുന്നു, ഇപ്പോൾ ഏരിയൽ സർവേ നടത്തി പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് 81,258 നിർമ്മിതികൾ ഈ ജനവാസ മേഖലകളിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉപഗ്രഹ സർവേയിൽ അത് 49,330 ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ ഈ പത്രങ്ങളെല്ലാം നോക്കിയപ്പോൾ മനോരമയുടെ മാത്രം വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. അത് ഏറെ പ്രാധാന്യമുള്ളതുമാണ് എന്ന് തോന്നുന്നു. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്തയാണ്. സർക്കാരിൻ്റെ പഴയ വാഹനങ്ങൾ ഈ മാസം പിൻവലിക്കും, ഉടൻ പൊളിക്കില്ല. അതായത് 10-15 വർഷത്തിന് മേൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ പൊളിക്കണമെന്നും അതിന് പൊളിക്കാനുള്ള ഫണ്ട് കേന്ദ്രം നൽകിയെന്നുമുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സർക്കാരിൻ്റെ 2508 സർക്കാർ വാഹനങ്ങൾ ഈ മാസത്തോടെ പിൻവലിക്കുമെന്നാണ് ഏറ്റവും പ്രധാന വാർത്തയായി മാതൃഭൂമി അതിൻ്റെ ഉൾപേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ ജഡ്ജി നിയമനത്തെ ചൊല്ലി വീണ്ടും വിവാദം എന്ന വാർത്ത. അതായത് BJP ബന്ധവും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും കാരണം വിവാദത്തിലായ അഭിഭാഷക LC വിക്ടോറിയ ഗൗരിയെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കുന്നു. പക്ഷേ മോദി വിരുദ്ധ ട്വീറ്റ് അത് ഷെയർ ചെയ്ത ജഡ്ജിയെ ആ തരത്തിൽ പരിഗണിക്കുന്നില്ല എന്ന വാർത്ത പ്രാധാന്യത്തോടെ മാതൃഭൂമി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പരിസ്ഥിതി സംബന്ധമായ വാർത്തകളിൽ ഒരുപടി മുന്നിലാണ് എപ്പോഴും മാതൃഭൂമി പത്രം. ഇത്തവണ ഒരു വർഷത്തെ മാലിന്യം 43,37,716 ടണ്ണാണെങ്കിൽ അതിൽ 18% പ്ലാസ്റ്റിക് ആണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത് എന്നും കാണണം. മറ്റൊന്ന് വീക്ഷണത്തിലേക്ക് വന്നാൽ, വീക്ഷണത്തിൽ നമുക്കറിയാം ഇന്നലെ ഉണ്ടായ നിയമസഭയ്ക്ക് മുന്നിലെ പ്രതിപക്ഷ MLA-മാരുടെ പ്രതിഷേധം സ്വാഭാവികമായും അവരുടെ മുൻപേജിൽ വലിയ വാർത്തയാകുന്നു. ഇന്ധന സെസ് പ്രതിഷേധം ആളിക്കത്തുന്നു എന്നുള്ളതാണ് ചിത്രം സഹിതം വീക്ഷണം നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലൊന്ന്. ദേശാഭിമാനിയിലേക്ക് പോയാൽ സ്വാഭാവികമായും നമുക്കറിയാം എന്തായിരിക്കും ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത എന്നുള്ളത്. അത് ധനകാര്യമന്ത്രിയുടെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധമുണ്ടാക്കിയ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായി
ധനകാര്യമന്ത്രി പ്രതികരിച്ചു. ബാലഗോപാൽ പ്രതികരിച്ച വാർത്ത ഇത്: പ്രതിപക്ഷം കേന്ദ്രദ്രോഹത്തെ വെള്ളപൂശുന്നു, ക്ഷേമ പെൻഷനുകൾ തകർക്കാൻ ശ്രമം എന്ന രീതിയിലാണ് ദേശാഭിമാനി ഈ സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട് വീക്ഷണത്തിനും ദേശാഭിമാനിക്കും ഒക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ സാധാരണ ജനം അത് ഏത് രീതിയിൽ കാണുമെന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏറ്റവും അവസാനമായി ഇത് ഹിന്ദുവിലേക്ക് പോയാൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടർച്ചയായ 3-ാം തവണയും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലൊടുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്കാണ് ഡൽഹിയിൽ ഭൂരിപക്ഷമുള്ളത്. പക്ഷേ കഴിഞ്ഞ 3 തവണയും വലിയ ബഹളത്തെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ 3-ാം തവണയും മാറ്റിവെച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ ദ ഹിന്ദു പത്രം നൽകിയിരിക്കുന്നു. പ്രദീപ്, ആര്യ, ഇതൊക്കെയാണ് പത്രവിശേഷങ്ങൾ. നമുക്ക് ഒരുപാട് വാർത്തകൾ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. പക്ഷേ സമയക്കുറവുണ്ട്. ഉണ്ണി എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.